ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാം സബ്സ്ക്രൈബൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നത് നമ്മൾ മടവൂർ പാറ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് പോയത്. വിഷ്ണുവിന് സൺഡേ ഓഫ് ആയതുകൊണ്ട് ഞാൻ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചൊരു സ്ഥലമാണ്. റെയിൽ പ്ലേസ് ആയിരുന്നു നമ്മുടെ മടവൂർ പാറ. റെയിൽ പ്ലേസ് ആയതുകൊണ്ട് തന്നെ നല്ല സേഫ്, നല്ല സ്ഥലമായിരുന്നു പോയത്. ബാക്കിയുള്ള കഥകളൊക്കെ ഞാൻ അങ്ങോട്ട് പറയാം. അതിൽ കുറച്ച് ട്വിസ്റ്റൊക്കെ ഉണ്ട്, ഞാൻ പറയാം. അപ്പോൾ ഈ അമ്മാമ്മയുടെ കടയുടെ ഫ്രണ്ടിലെത്തി. അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. ചെന്നപ്പോഴേക്കത് അടച്ചിട്ടേക്കുന്നത്, ആ വഴി കയറാൻ പറ്റത്തില്ലെന്ന് അമ്മ പറഞ്ഞ് അങ്ങനെ മോളെ വിഷമിക്കുന്നത് വേറൊരു വഴിയൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മൾ ആ വഴിയൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ വഴിയൊക്കെ എത്തി. മോനും അച്ഛനും കൂടെ ആദ്യമേ നടന്നു പോയി. ഇതാണ് നമ്മുടെ വ്യൂ. അപ്പം നമ്മുടെ ചിൽഡ്രൻസ് പാർക്ക് അതാണ് കേട്ടോ ഈ കാണുന്നത്. അതാണ് ആദ്യ വഴി. അതിലേക്കൂടെ കയറി ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഇങ്ങനെ കമ്പി കൊണ്ട് ഇങ്ങനെ വളച്ചിങ്ങനെ കുറേ വഴിയൊക്കെ കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞു വിഷ്ണു ഉണ്ടെന്ന് നല്ല റീൽസ് എടുത്ത് തരണേ എന്നാണ്. വിഷ്ണു ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പോയിട്ട് ചിരിച്ചുകൊണ്ട് തിരിച്ച് നടന്നതിൻ്റെ കാരണം അവിടെ ചെന്നപ്പോൾ ഒരു ആൻറ്റി ഇറങ്ങി വന്നു. ഞാൻ വിചാരിച്ചൊരു വീടായിരിക്കും എന്ന് വിചാരിച്ച്. അപ്പോൾ അല്ലാതെ ടോയ്ലറ്റ് ആയിരുന്നു. അവിടെ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചെന്ന് പക്ഷേ ഞാൻ കണ്ടില്ല. അങ്ങനെ അവിടെ നിന്നൊക്കെ ചിരിച്ചും കളിച്ചും പോയി. നമ്മുടെ കരയിൽ തുടങ്ങുകയാണ്. നമ്മുടെ മടവൂർ പാറ തുടങ്ങുകയാണ്. നമ്മളിങ്ങനെ കയറി പോകുന്നത്. അവിടെ ഫോൺ റെസ്ട്രിക്റ്റഡ് ഏരിയ ഒന്നും അല്ല. പക്ഷേ എനിക്ക് മൊത്തം എടുക്കാൻ പറ്റിയില്ല. കാരണം വേണമെന്നാണ് ഞാൻ പറയാൻ വരുന്ന കാര്യം. അത് വേറൊന്നും കൊണ്ടല്ല. ഇങ്ങനെ നടന്നു പോകുമ്പോഴേക്കും അവിടെ കുളമൊക്കെ ഉണ്ട്. ഞാൻ പറയാൻ വന്ന കാര്യം പറയും. അപ്പം നമ്മളിവിടെ കുറേ ഇങ്ങനെ ബാമ്പു ഷെഡ് കണക്ക് കെട്ടി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഹൗസ് കണക്കൊക്കെ കെട്ടിച്ചിട്ടുണ്ട്, ബാമ്പൂസ് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അടിപൊളി, നല്ല അടിപൊളി വ്യൂ, നല്ല മൈൻഡ് റിഫ്രഷ് ആക്കാൻ പറ്റിയ ഒരു പ്ലേസാണ് നമ്മുടെ മടവൂർ പാറ. എല്ലാവരും ഒന്ന് പോയി കാണണം. പക്ഷേ എനിക്കിവിടെ നല്ല വ്യക്തമായിട്ട് ഫോൺ എടുക്കാൻ പറ്റില്ല. ഇവിടെ ഇങ്ങനെ അവിടെ കുറ്റിക്കാട് പാറ, കുറേ പടികളൊക്കെ ഉണ്ട്. പടികളൊക്കെ ഇറങ്ങിയാണ് നമ്മളിവിടെ കുളം കണക്കൊക്കെ ഒരു സ്ഥലമൊക്കെ കൊണ്ട് കാണാൻ അവിടെയൊക്കെ പോകുന്നത്. പക്ഷേ അവിടെയൊക്കെ പോകുമ്പം സത്യം പറഞ്ഞാൽ എന്തുവാണ് അവിടെ മുക്കിന് കുറേ ബോയും കേളും ഒക്കെ ഇരിപ്പുണ്ട്. ലവേഴ്സായിരിക്കാം, അല്ലാത്തവരായിരിക്കാം, എന്തോ എനിക്കറിയത്തില്ല. പക്ഷേ അവിടെ ഫുള്ള് എന്തൊക്കെയോ അനാവശ്യ കാര്യങ്ങൾ അവർ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ തയ്യിരിക്കുന്നുണ്ട്. അതൊക്കെ തന്നെ എനിക്ക് അവരെയൊന്നും ഇപ്പോൾ എടുത്ത് കാണിക്കാൻ പറ്റില്ല. അവർക്ക് പ്രൈവസി ഉണ്ട്, അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ. അവർ വരുന്ന അവരുടെ ഇഷ്ടത്തിന് വേണ്ടി എന്തൊക്കെ കാണിക്കട്ടെ, ഓക്കെ. പക്ഷേ അത് കാണാൻ നമുക്ക് ഒരു മനക്കട്ടിയില്ല. നമ്മളെ കണ്ടാലും ഒരു മൈൻഡ് ചെയ്യത്തില്ല. അതുകൊണ്ട് പിന്നെ നമ്മളത് മൈൻഡ് ചെയ്യാൻ പോകണ്ട, ഓക്കെ. അപ്പം പ്ലേസ് നല്ല അടിപൊളി പ്ലേസ് ആയിരുന്നു. പക്ഷേ ഇവിടെയൊക്കെ നല്ലൊരു ക്യാമറയൊക്കെ വയ്ക്കുന്നത് നല്ലതായിരിക്കും. കാരണം വേറൊന്നുമല്ല, മറ്റേ എന്തിനാ പിള്ളേർ വെറുതെ വഴി തെറ്റിച്ച് കളയുന്നത്. അവർ ക്യാമറയെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞൊക്കെ ഇത്തിരി ഒന്ന് ഡീസൻ്റ് ആകും, സത്യം. ഉള്ള രീതിയിലുമാണ്, അങ്ങനെയാണ് ഞങ്ങൾ കണ്ടത്, ഓക്കെ. അതൊക്കെ അവിടെ ഇഷ്ടം. പിന്നെ ഒരു പേടിയില്ലാതെ അവൻ്റെ അച്ഛൻ്റെ കൈയും പിടിച്ച് ആ പാറയുടെ മണ്ണിലേക്ക് കയറി പോകണം. വീട് തെറ്റാണത് എൻ്റെ ഭാഗ്യം. കാരണം ഞാൻ അവിടെ ഒരു പകുതി വരെ കയറി, പക്ഷെ മുട്ടൊക്കെ വിറയ്ക്കുന്നു. അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ അവിടെ കൊണ്ട് ഞാൻ തിരിച്ച് വിളിപ്പിച്ച് ഇറക്കിച്ച് പാറ. എനിക്ക് കയറി പോകാൻ പറ്റത്തില്ലെന്ന് ഞാനങ്ങ് പറഞ്ഞു. ലാസ്റ്റ് മോനെ കൊണ്ട് പടിയെ കയറി തളർന്നത് മൊത്തം ഞാനാണ് കേട്ടോ ഗൈസ്. അങ്ങനെ വെയിലൊക്കെ കൊണ്ട് ക്ഷീണിച്ചൊക്കെ നിൽക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ചിൽഡ്രൻസ് പാർക്കിലൊക്കെ പോകും കേട്ടോ. ആദ്യം നമ്മൾ കണ്ടില്ലേ എൻട്രിയിൽ, അത് തന്നെയാണ് ചിൽഡ്രൻസ് പാർക്ക്. അവിടെ ചെന്ന് അവിടെ നിന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്ത് അവിടെ ആകുമ്പോൾ നമുക്ക് ഒത്തിരി സ്വസ്ഥതയുണ്ട്. ബാക്കിയുള്ളവരൊക്കെ അവിടെ കിടന്നൊരു കാണിക്കട്ടെ, നോക്കണ്ട. നമ്മളെ പോലുള്ളൊരു ഇവിടെ കിടന്നാലേ കുറേ ഫാമിലിയും കപ്പിൾസ് അല്ലാതെയൊക്കെ വരുന്നവരൊക്കെ കണ്ട അവരൊക്കെ ഇത് കണ്ണുള്ള ത്രാണി ഇല്ലെന്നേ. അതുകൊണ്ട് അവരൊക്കെ ഇവിടെ കിടന്ന് കരഞ്ഞു, ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടേക്ക് കിടന്ന് ഇങ്ങനെ കണ്ട് കളിച്ച് അടിപൊളിയായിരുന്നു, നല്ലതായിരുന്നു. എന്തായാലും നല്ല ശാന്ത സമാധാനമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു നമ്മുടെ മടവൂർ പാറ. അടിപൊളിയായിരുന്നു, എൻജോയ് ചെയ്യാനൊക്കെ സൂപ്പർ സ്ഥലം. പിന്നെ എൻ്റെ മോന് വിശക്കുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കിളിനെയും വവ്വാലിനെയും കാറിനെയും എല്ലാത്തിനെയും കാണിച്ച് ദോശയൊക്കെ വാരി കൊടുത്ത്. പിന്നെ ഒരു ബേക്കറി പോയി നമ്മൾ നല്ല ഫലൂടയൊക്കെ കുടിച്ച്. എൻ്റെ കൊച്ചിന് ഫലൂട കുടിക്കാൻ പറ്റുന്നുണ്ട്, അവൻ ഐസ്ക്രീമിൽ അങ്ങ് ഒതുക്കി. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെ ദിവസം അടിച്ചു പൊളിച്ചു. നല്ലതായിരുന്നു. നല്ല മടവൂർ പാറ നമ്മുടെ കമികമാർക്കൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. എല്ലാവരും ഇപ്പോൾ ചുമ്മാ എന്തായാലും കൊള്ളായിരുന്നു. ഇങ്ങനെയൊന്നും പബ്ലിക്കായിട്ടൊന്നും കാണിക്കരുത് ആരും എന്ന് എനിക്ക് പറയാനുള്ളൂ. ഒരു പരിധിയില്ലേ എല്ലാത്തിനും, ഓക്കെ. അപ്പോൾ നമ്മുടെ കേരളമൊക്കെ മാറിപ്പോയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, ഓക്കെ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിരുന്നു. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുപറ്റി സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഓക്കെ. ബൈ.